ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 6ാമത്തെ പാഠമായ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന പാഠമാണ്. അപ്പോൾ ഈ പാഠം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രൗണ്ട് കാണിച്ചുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഗ്രൗണ്ടിൽ എന്താണെന്ന് അറിയാം, കുട്ടികൾ കളിക്കുന്നുണ്ട്. പലതരം കളികൾ അവർ കളിക്കുന്നുണ്ട്. ചില കുട്ടികൾ ഷട്ടിൽ കളിക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അവിടെ ഒരു മാഷ് നിൽക്കുന്നുണ്ട്. നിങ്ങളും ഇത്തരം കളികളിൽ ഏർപ്പെടാറില്ലേ? തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറില്ലേ? ക്ഷീണം അനുഭവപ്പെടാൻ കാരണം എന്താവും? അപ്പോൾ നിങ്ങൾ ഇതേപോലെ കളിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് കുറേ സമയം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ക്ഷീണം അനുഭവപ്പെടും. അപ്പം അങ്ങനെ ക്ഷീണം തോന്നാനുള്ള കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്ഷീണം അനുഭവപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എനർജി കിട്ടും, ഊർജ്ജം കിട്ടും. അപ്പോൾ നമ്മൾ നന്നായി വീണ്ടും കളിക്കും അല്ലേ. കളിക്കുമ്പോൾ നാം വിവിധതരം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓരോ പ്രവൃത്തിയും ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. അത് കുറയുമ്പോൾ, അത് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത്. ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ്. അപ്പോൾ പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രകാശോർജ്ജം കേട്ടിട്ടുണ്ടാവും, അതപ്പോൾ പറഞ്ഞത്. പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ താപോർജ്ജം, പിന്നെ വൈദ്യുതോർജ്ജമുണ്ട്, പിന്നെ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് യാന്ത്രികോർജ്ജം വഴി. അങ്ങനെ പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് എഴുതി നോക്കുക. അപ്പോൾ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, പാചകം ചെയ്യാൻ. അപ്പോൾ പാചകം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം താപോർജ്ജമാണ്. പിന്നെ അതുപോലെ വീട്ടുപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നുണ്ട്, യാന്ത്രികോർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബൾബുകൾ പ്രകാശിപ്പിക്കുന്നതിന്, അതിന് വേണ്ടിയിട്ട് പ്രകാശോർജ്ജമുണ്ട്, വൈദ്യുതോർജ്ജമുണ്ട്, താപോർജ്ജമുണ്ട്. ഇനി പാചകം ചെയ്യാനുള്ള ഊർജ്ജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? അപ്പം എന്തിൽ നിന്നൊക്കെയാണ് പാചകം ചെയ്യുന്നതിൽ ഊർജ്ജം ലഭിക്കുന്നത്? വിറക്, മണ്ണെണ്ണ, LPG, ഇതിൽ നിന്നൊക്കെയാണ് പാചകം ചെയ്യാനുള്ള ഊർജ്ജം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ വിറക്, മണ്ണെണ്ണ, LPG ഇതിനൊക്കെ നമ്മൾ ഇന്ധനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ധനങ്ങളെ കുറിച്ചാണ്. അപ്പം ചിത്രങ്ങൾ നിരീക്ഷിക്കും. ഇവിടെ 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിറകടുപ്പിൻ്റെ ചിത്രമാണ്, ഒന്ന് മണ്ണെണ്ണ അടുപ്പ്, ഒന്ന് ഗ്യാസ് അടുപ്പ്. ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതെല്ലാം തരമാണ് ഉള്ളത്? അപ്പോൾ ചില ആൾക്കാരുടെ വീട്ടിൽ 3 എണ്ണം ഉണ്ടാവും, ചിലവരുടെ വീട്ടിൽ വിറകടുപ്പും സാധാരണ സ്റ്റൗവും ആയിരിക്കും ഉണ്ടാവുക അല്ലേ. പിന്നെ ഇത് കൂടാതെ ഇൻഡക്ഷൻ കുക്കർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത്. ചൂടിൽ നിന്നും ഊർജ്ജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. ചിത്രത്തിൽ കണ്ട അടുപ്പുകളിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണ്? അപ്പോൾ വിറകടുപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ കത്തുന്ന വസ്തു വിറകാണ്. മണ്ണെണ്ണ അടുപ്പിൽ ഏതാണ്? മണ്ണെണ്ണ. പിന്നെ ഗ്യാസ് അടുപ്പിൽ ഏതാണ്? LPG. ഇനി താപം ലഭിക്കുന്നതിന് മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ? എഴുതി നോക്കും. അപ്പോൾ ഈ വിറക്, മണ്ണെണ്ണ, LPG ഇത് കൂടാതെ കൽക്കരി, അതൊക്കെ ഇതുപോലെ താപം ലഭിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇന്ധനങ്ങൾ എന്നാണ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. അപ്പോൾ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത്, കത്താൻ സഹായിക്കുന്നത് എന്ത്? അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? അപ്പോൾ വിറകടുപ്പ് നന്നായി കത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന് കുഴൽ ഉപയോഗിച്ച് ഊതാം. പിന്നെ ഒന്ന് ഉണങ്ങിയ വിറക് ഉപയോഗിക്കുക. അപ്പോൾ ഉണങ്ങിയ വിറക് ഉപയോഗിച്ചാൽ നന്നായി കത്തും. പിന്നെ ഇതൊക്കെ കൂടാതെ നമുക്ക് അടുപ്പിൽ കുറച്ച് വിറക് വെക്കാൻ പാടുള്ളൂ. നിറയെ വിറക് വെച്ച് കുത്തിത്തിരികെ വെച്ചാലും അടുപ്പ് കത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് അടുപ്പ് നന്നായി കത്തിക്കാൻ പറ്റും. ഇനി കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? അപ്പം എന്തിനാണ് കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് വെച്ചാൽ, അങ്ങനെ കുഴൽ ഉപയോഗിച്ച് ഊതുമ്പോൾ അടുപ്പിൽ നമ്മുടെ വായു എത്തും. അപ്പോൾ വായുവിൻ്റെ കൂടെ ഓക്സിജൻ ഉണ്ട്. ഓക്സിജനാണ് ഇവിടെ കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ വിറക് ഒന്നും കൂടി നന്നായി കത്തും. ഇനി കത്താൻ വായു ആവശ്യമുണ്ടോ? ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കത്താൻ വായു ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ഒരു പരീക്ഷണത്തിലൂടെയാണ്. അപ്പോൾ പരീക്ഷണം എന്താണെന്ന് നോക്കാം. ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ചു വെക്കുക. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക, 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അപ്പോൾ പരീക്ഷണം ഒരേ വലുപ്പമുള്ള 2 മെഴുകുതിരി എടുക്കുക, എന്നിട്ട് രണ്ടും കത്തിച്ചു വെക്കുക. എന്നിട്ട് ഒരു മെഴുകുതിരിയുടെ മുകളിൽ ഒരു ഗ്ലാസ് കമഴ്ത്തി വെക്കുക, ചിത്രത്തിൽ കാണുന്നത് പോലെ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ടുള്ള മെഴുകുതിരി അണഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താം?
കത്താൻ വായു ആവശ്യമാണെന്ന് പറയാം. ഇനി അടുത്ത ടോപ്പിക്ക് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ. അടുപ്പിൻ്റെ ചിത്രം നിരീക്ഷിച്ചല്ലോ. കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ? ഇല്ല അല്ലേ? അവിടെ താപനഷ്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ താപനഷ്ടം കുറക്കാൻ എന്തെല്ലാം ചെയ്യാം? ഇപ്പോൾ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? പുകക്കുഴൽ വൃത്തിയാക്കുക, പിന്നെ ഉണങ്ങിയ വിറക് ഉപയോഗിക്കുക, പിന്നെ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ അടച്ചു വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്താണ് താപനഷ്ടം കുറക്കാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്ക് ഇന്ധനങ്ങളുടെ മറ്റുപയോഗങ്ങൾ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇന്ധനങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ഇനി പാചകത്തിന് മാത്രമല്ല വേറെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നോക്കാൻ പോകുന്നത്. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക്? പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ട്, വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ഉറവിടം എന്ത്? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിലെത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെട്രോളും ഡീസലൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ക്രൂഡ് ഓയിൽ നിന്ന്. ക്രൂഡ് ഓയിൽ കാണുന്നത് ഭൂമിക്കടിയിലാണ്. അപ്പോൾ ആ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ആ ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ടാണ് പെട്രോളും ഡീസലൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് ഭൂമിക്കടിയിൽ രൂപപ്പെടുന്നതെന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടുപോയ ജൈവവസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്നാണ് ക്രൂഡ് ഓയിലും മാത്രമല്ല കൽക്കരിയും പ്രകൃതിവാതവും ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ക്രൂഡ് ഓയിലിനെ സംസ്കരിച്ചിട്ടാണ് പെട്രോളും ഡീസലും ഉണ്ടാക്കുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. ഇനി അടുത്തത് അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എണ്ണക്കിണറിന് ചിത്രം കൊടുത്തിട്ടുണ്ട്. എണ്ണ ശുദ്ധീകരണശാല, പെട്രോൾ പമ്പ്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. പിന്നെ അവിടെ ഒരു LPG സിലിണ്ടറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. ഇനി അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. ഇനി ക്രൂഡ് ഓയിലിൽ നിന്നുണ്ടാക്കുന്നതാണ് പെട്രോള്, ഡീസല്, LPG, മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവൽ. ഇനി ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ. പലതരം ഇന്ധനങ്ങളെ പറ്റി മനസ്സിലാക്കിയല്ലോ. അവയിൽ ചിലതാണ് വിറക്, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവ. ഇതുകൂടാതെ മറ്റു ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണെന്നതിനനുസരിച്ച് കൂട്ടങ്ങളാക്കും. അപ്പോൾ എന്താണ്, നമ്മൾ പലതരം ഇന്ധനങ്ങൾ പഠിച്ചു. അപ്പോൾ ആ എല്ലാ ഇന്ധനങ്ങളും ഒരേ അവസ്ഥയിലുള്ളതല്ല. നമ്മൾ 3 അവസ്ഥകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്: ഖരം, ദ്രാവകം, വാതകം. അപ്പോൾ ഓരോ ഇന്ധനങ്ങളും ഏതൊക്കെ അവസ്ഥയിലാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഖരാവസ്ഥയിൽ ഏതൊക്കെയാണ് വരുന്നത്? വിറക്, കൽക്കരി, പിന്നെ ചാണകം. ഇനി ദ്രാവകാവസ്ഥയിൽ വരുന്നത് മണ്ണെണ്ണ, ഡീസൽ, നാഫ്ത. പിന്നെ വാതകാവസ്ഥയിൽ വരുന്നത് LPG, ബയോഗ്യാസ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ധനങ്ങളെല്ലാതും ഒരേ അവസ്ഥയിലുള്ളവയല്ല. ഖരാവസ്ഥയിലുള്ളവയുണ്ട്, ദ്രാവകാവസ്ഥയിലുള്ളവയുണ്ട്, വാതകാവസ്ഥയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയിലൂടെ കാണാം. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.